സ്വർണത്തിന്റെ വില ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ ഗോൾഡിന്റെ ഒരു ബ്രേസ്ലെറ്റ് കളഞ്ഞു പോയാൽ എങ്ങനെ ഉണ്ടാവും? ഈ കഥയിലെ കഥാപാത്രങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നവരുമായി നല്ല സാദൃശ്യമുണ്ട്. ആരും മരിച്ചിട്ടില്ല കേട്ടാ. ഖൽബ മാംഗ്ലൂർ സെന്ററിലേക്കുള്ള ഈ യാത്രയിൽ വെച്ചിട്ടാണ് എന്റെ ബ്രേസ്ലെറ്റ് കളഞ്ഞു പോയത്. ഫാമിലിന്റെ കൂടെ നിൽക്കാലോ വിചാരിച്ചിട്ട് തലേന്ന് രാത്രിയാണ് ഞങ്ങൾ പുറപ്പെട്ടു. 1.25 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ യാത്രയിൽ ഷാർജയിലെ 2 ഷോപ്പിലാണ് ഞങ്ങൾ കയറിയത്. ഒരു ക്ലോത്തിംഗ് ഷോപ്പും ഒരു സൂപ്പർ മാർക്കറ്റും. വേറെ എവിടെ ഇറങ്ങാത്തതുകൊണ്ട് ഈ 2 ഷോപ്പിൽ എവിടെയാണ് പോയതെന്ന് ഉറപ്പാണ്. തിരിച്ചു വന്ന് നോക്കുമ്പോഴേക്കും 2 ഷോപ്പും ക്ലോസ് ചെയ്യുകയും ചെയ്യും. എന്ത് ചെയ്യുന്ന അറിയാതെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഫ്രണ്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ക്ഷീണം പോലും നോക്കാതെ ആ സമയത്ത് CCTV ചെക്ക് ചെയ്യാൻ വേണ്ടി പോയത്. ഈ സമയത്ത് CCTV ചെക്ക് ചെയ്യുക എന്നുള്ളത് വളരെ റിസ്ക് പിടിച്ചൊരു പരിപാടിയാണ്. അതും 2 ഷോപ്പിലെ. ക്ലോത്തിംഗ് ഷോപ്പിലെ CCTV ചെക്ക് ചെയ്യാൻ ആ ഷോപ്പിലെ മാനേജർ സമ്മതിച്ചില്ല. പക്ഷേ സൂപ്പർ മാർക്കറ്റിലുള്ളവരുടെ മാന്യമായ ഇടപെടൽ കാരണം ഞങ്ങൾക്ക് മനസ്സിലായി അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും ബ്രേസ്ലെറ്റ് കയ്യിലുണ്ട്. അപ്പൊ പിന്നെ വണ്ടി തന്നെ ആവുമല്ലോ. അങ്ങനെ വണ്ടി ഫുൾ അരിച്ചു പെറുക്കി സീറ്റെല്ലാം അഴിച്ചു നോക്കി. എന്നിട്ടും സാധനം കിട്ടിയില്ല. ബ്രേസ്ലെറ്റ് എവിടെ പോയി എന്നുള്ളത് അപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തന്നെ കിടന്ന് ടെൻഷനാണെങ്കിലോ കൂടി വരികയും ചെയ്തു. കാരണം ഇപ്പോഴത്തെ സ്വർണ്ണവില അങ്ങനെയാണല്ലോ. എന്റെ ഈ ടെൻഷനൊക്കെ കണ്ടിട്ട് എന്റെ ഫാമിലിയിൽ നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ. പോകാനുള്ളതാണെങ്കിൽ പോകും, കിട്ടാൻ വിധിച്ചതാണെങ്കിലോ കിട്ടുകയും ചെയ്യും. ഇതിനിപ്പോ ടെൻഷൻ അടിച്ചിട്ട് എന്ത് കാര്യം? നമുക്ക് ഇതിലും വലിയ എന്തോ ഒരു അപകടം വരാനിരുന്നത് ഇങ്ങനെ അങ്ങോട്ട് പോയി എന്ന് വിചാരിച്ചാൽ മതി എന്നാണ് എന്നോട് അവർ പറഞ്ഞത്. സത്യം, എന്തൊക്കെ നഷ്ടപ്പെട്ടാലും നമ്മുടെ ജീവൻ ആപത്തൊന്നും വരുന്നില്ലല്ലോ. അപ്പൊ മനസ്സിലായി ഇതൊന്നും ഒരു നഷ്ടമല്ല എന്ന്. പിന്നെ ഒരു വഴിയിലൂടെ കൊണ്ടുപോയത് മറ്റൊരു വഴിയിലൂടെ തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ചെരുപ്പ് അഴിച്ചിടാൻ വേണ്ടിയിട്ട് കാലൊന്ന് ശക്തമായിട്ട് കുറഞ്ഞപ്പോ ദാ കിടക്കണം ബ്രേസ്ലെറ്റ് താഴെ. മൂപ്പരന്റെ ഡ്രസ്സിനുള്ളിൽ കൊടുങ്ങി കിടക്കിയിരുന്നിട്ട് ചീത്ത പറയണോ അതോ വാരി പുണരണോ എന്നറിയാതെ കുറച്ച് നേരം അന്താളിച്ച് നിന്നെങ്കിലും നീ പെട്ടിയിൽ കിടക്കണ തന്നെ എനിക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും അത് ഊരി വെച്ച്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ സാധനം ഇത്രയും ദിവസം എന്റെ കയ്യിലുണ്ടായിട്ടും എനിക്ക് ഇത്ര സന്തോഷം ഉണ്ടായിരുന്നില്ല. പക്ഷെ ആളൊന്ന് നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടിയപ്പോൾ എക്സ്ട്രാ സന്തോഷവും. അതൊന്നുമല്ല ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. പാതിരാത്രിയിൽ ജോലി കഴിഞ്ഞു വന്ന ക്ഷീണം പോലും നോക്കാതെ CCTV ചെക്ക് ചെയ്യാൻ പോയ എന്റെ സുഹൃത്തുക്കൾക്കും, CCTV ചെക്ക് ചെയ്യാൻ വിസമ്മതിച്ച ആ ക്ലോത്തിംഗ് ഷോപ്പിലെ മാനേജർക്കും, CCTV ചെക്ക് ചെയ്യാൻ സമ്മതിച്ച ആ സൂപ്പർ മാർക്കറ്റിലെ മുതലാളിക്കും, എന്നെ സമാധാനിപ്പിച്ച എന്റെ ഫാമിലിക്കും, ഇതെല്ലാം ഉപരി ഇതെല്ലാം കേട്ടിട്ട് പോസിറ്റീവായി എടുക്കാൻ തോന്നിപ്പിച്ച എന്റെ മൈൻഡ് സെറ്റിനും പടച്ചവനും ഒരുപാട് നന്ദി.